സർവകലാശാല ക്യാമ്പസിൽ വലിയ സംഘർഷം. അവിടെ സെനറ്റ് ഹാളിനകത്ത് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് KSU പ്രസിഡന്റായി അവിടെ സംഘാടകരും KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പുറത്ത് പോലീസും SFI പ്രവർത്തകരും. ഇപ്പോൾ ഗവർണർ ഈ വേദിയിലേക്ക് എത്തുകയാണ്. സെനറ്റ് ഹാളിലേക്ക് ഗവർണർ എത്തുന്നു. അദ്ദേഹത്തിന്റെ കോൺവോയ് വാഹനങ്ങളാണ് കടന്നു വരുന്നത്. കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അലക്സ്, ഗവർണർ ഈ പരിപാടിയിലേക്ക് സർവകലാശാല ക്യാമ്പസിലേക്ക് കടക്കുന്നു അല്ലേ? തീർച്ചയായും, അതായത് രണ്ടാമത് വട്ടവും രാജ്ഭവൻ യോഗം ചേർന്നാണ് തീരുമാനിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന കാര്യം അറിയിക്കുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലും ഈ സംഘർഷ സാധ്യത പോലും മുഖവിലേക്ക് എടുക്കാതെ അദ്ദേഹം ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. SFI പ്രവർത്തകരുടെ ഭാഗത്ത് ഏതുതരം നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കാരണം SFI പ്രവർത്തകരെ ബലം പ്രയോഗത്തിലൂടെ അറസ്റ്റ് നീക്കാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. അതവർ ആ ശ്രമം വിഫലമാക്കിയ പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ടായിരുന്നു. പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം അവിടെ തുടർന്നെങ്കിൽ പോലും പ്രവർത്തകർ ഈ പരിപാടിയിൽ ഗവർണർ എത്താൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ അവിടെ തുടർന്നത്. ഗവർണർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗവർണർ SFI KSU പ്രതിഷേധം വകവെക്കാതെ അതിനെ ചേർത്തുകൊണ്ട് ഗവർണർ ഇപ്പോൾ സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് ശ്രീപത്മനാഭ സേവാ സമിതിയുടെ പരിപാടിയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമുള്ളത്. ആ ചിത്രം വെച്ച് ആ പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ല, ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് സർവകലാശാലയും രജിസ്ട്രാറും സിൻഡിക്കേറ്റും ഒക്കെ നിലപാടെടുത്താണ്. പുറത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. KSU പ്രവർത്തകർ ഈ ഹാളിനകത്ത് പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. അവിടെ സംഘാടകരും KSU പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഇപ്പോൾ ഈ സെനറ്റ് ഹാളിന് പുറത്ത് സർവകലാശാല ക്യാമ്പസിനകത്ത് SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തർക്കവും സംഘർഷവും ഉന്തുന്തള്ളും തുടരുകയാണ്. അലക്സ്, ആ പരിപാടി മാധ്യമങ്ങളെ ഒഴിവാക്കി ഒരു വാതിലടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുറത്ത് ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തുടരുകയാണോ? പോലീസും SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം തുടരുകയാണോ? കേരള സർവകലാശാല ക്യാമ്പസിൽ വലിയ സംഘർഷം. SFI KSU പ്രതിഷേധം. അതിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ ബസ്സിൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും ഗവർണർ ഈ പരിപാടിയിലേക്ക് എത്തില്ല. ഈ പരിപാടി റദ്ദാക്കിയെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് ഗവർണർ ഈ പരിപാടിയിലേക്ക് എത്തുന്നു. ആ പരിപാടിക്ക് ഗവർണർ എത്തുന്ന ദൃശ്യങ്ങളാണ്. കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജിയെ ഗവർണർ ഏതായാലും സെനറ്റ് ഹാളിലെ ആ പരിപാടിയിലേക്ക് എത്തുന്നു. ആ പരിപാടിയുടെ വേദിയിലേക്ക് കടക്കുന്നിടത്ത് തന്നെ കാണാം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം. ആ ചിത്രം വെച്ച് പരിപാടി സംഘടിപ്പിക്കാനാവില്ല. സർവകലാശാല ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ബിംബങ്ങൾ, പ്രതീകങ്ങൾ പാടില്ല എന്നതായിരുന്നു രജിസ്ട്രാറും സിൻഡിക്കേറ്റും സർവകലാശാല അധികൃതരും എടുത്ത നിലപാട്. പക്ഷേ ഗവർണർ അതിനെ വകവെക്കുന്നില്ല, സംഘാടകരും അതിനെ വകവെക്കുന്നില്ല. തങ്ങൾ പണമടച്ചതാണ്, ആ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് തങ്ങൾ നിശ്ചയിക്കുമെന്നാണ് ശ്രീപത്മനാഭ സേവാ സമിതി പറഞ്ഞത്. ഇപ്പോൾ മുദ്രാവാക്യങ്ങളോടുകൂടിയാണ് ഗവർണറെ സംഘാടകരും അവിടെ ആ പരിപാടിയെ സംബന്ധിക്കാൻ എത്തിയവരും സ്വീകരിച്ചത്. ഇനി ഗവർണറുടെ വാക്കുകൾ ഈ പരിപാടിയിൽ ശ്രദ്ധേയമാണ്. വലിയ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ പോലും അതിനെ വകവെക്കാതെയാണ് ഗവർണർ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. ഇത് കാണുന്ന ദൃശ്യങ്ങൾ ഈ സെനറ്റ് ഹാളിന് പരിപാടിക്ക് പുറത്ത് SFI നേതാക്കളും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. നേരത്തെ KSU പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിനകത്തും പ്രതിഷേധിക്കാൻ ശ്രമിച്ചിരുന്നു.